മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന എന്നെ അത്ഭുതപ്പെടുത്തി. ഒറീസ മോഡൽ. എന്തിനാണ് ഒറീസ മോഡൽ? വാണിംഗ് സിസ്റ്റം അഥവാ കവചം ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കാൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് 6 കത്താണ് ഒറീസ സംസ്ഥാനം കേരളത്തിന് അയച്ചിട്ടുള്ളത്. വാണിംഗ് സിസ്റ്റം, കേരളം നടപ്പിലാക്കിയിട്ടുള്ള വാണിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് തരണം. ഒറീസയെ മോഡലാക്കുക ചിലപ്പോ ഇവാക്വേഷനിലായിരിക്കും. ഇവാക്വേഷൻ ഒറീസയിൽ നടപ്പിലാക്കുന്നതിന്റെ പിന്നിൽ കടലും ആൾത്താമസവും തമ്മിൽ 500 മീറ്ററിന്റെ വ്യത്യാസമുള്ള ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമാണ് ഒറീസ. ഞാൻ നോക്കിയപ്പോ പരാതികളുണ്ടായാൽ പരാതികളെ ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം കൂടി നേരിടാൻ പാടുള്ളൂ. അതിന് സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും നമ്മളെത്ര നേരിട്ട ഇതിനൊക്കെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ നമ്മളെ വികാരഭരിതരാക്കിയാൽ ഒരു ഗൗരവമായിട്ടുള്ള ഫണ്ടിനെ നേരിടാൻ വേണ്ടി പറ്റും. എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു ജനപ്രതിനിധി പറയാണ്, നിങ്ങൾ 2022 ഉണ്ടാക്കിയ ഓറഞ്ച് ബുക്ക് വെച്ച് തന്നെയാണ് ഞങ്ങൾ ഇത് നേരിട്ടത്. 2022 ഓറഞ്ച് ബുക്ക് വെച്ച് ഇതിനെ നേരിടാൻ ഇതല്ല ഇതിനേക്കാൾ അപ്പുറവും നടക്കും. കാരണം ഓറഞ്ച് ബുക്ക് 2026 ജൂൺ 11 പുറത്തിറക്കിയിട്ടുണ്ട്. ഓറഞ്ച് ബുക്ക് ഒരു ഡിക്ഷണറി പോലെയുള്ള ഒരു രേഖയല്ല. ഓരോ വർഷവും ആ ഘട്ടത്തിൽ അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലുമുള്ള മുന്നറിയിപ്പുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രത്യേകമായി പഠിച്ച് അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ എന്ന് രേഖപ്പെടുത്തി അതിൽ കൂടുതൽ അപകടമുള്ള സ്ഥലങ്ങൾ ഏത്, മഴ വന്നാൽ ആണ മാറ്റേണ്ട ക്യാമ്പുകൾ എവിടെ, ക്യാമ്പുകൾ രൂപീകരിക്കേണ്ടത് എവിടെ, ഇതെല്ലാം കൂടി വർണബിളായിട്ടുള്ള ഹൈലി വർണബിളായിട്ടുട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് ഇത്. ഞാൻ വേറെ തർക്കത്തിന് പോകുകയല്ല. ഇതിനേക്കാൾ വലിയ മില്ലിമീറ്ററിൽ മഴ പെയ്തിട്ടില്ല. ഇപ്പൊ എത്രയാ? 360. 500 മില്ലിമീറ്ററിലധികം മഴ ഒരേ ദിവസം 4-5 മണിക്കൂർ നിന്ന് പെയ്തതല്ലേ. ചൂരൽമലയിൽ മാർട്ടിന്റെ കുടുംബവും ആകെ പ്ലാപ്പള്ളിയിൽ മരിച്ചുപോയ 6 ബോഡികൾ ഞാൻ എടുത്തതാണ്. പൊക്കയാറും കൂട്ടിക്കലും 21 മനുഷ്യരുടെ മരണമാണ് ഉണ്ടായി. മരണത്തിന്റെ എണ്ണത്തെക്കുറിച്ചല്ല, അതിന്റെ ഭീകരതയെക്കുറിച്ചല്ല. അത് നേരിടാൻ ഏറ്റവും വിനയത്തോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ് ഏറ്റവും ആവശ്യം. 2018 മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു എന്നൊരു ചോദ്യം ഇപ്പൊ ചോദിക്കേണ്ട കാര്യമുണ്ടോ? 2018 മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് കഴിച്ചത് എന്തൊക്കെയാണെന്ന് സംശയമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചാൽ മതി. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അവർ രണ്ടുപേരും റവന്യൂ മന്ത്രി, 3 പേരും ഒരുമിച്ചാണ് കേരളത്തിലെ ഈ ദുരന്ത മേഖലകളിലെല്ലാം പ്രത്യേക ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത്. അവർക്ക് 3 പേരോട് ചോദിച്ചാൽ നന്നായിട്ട് അറിയാം. നിരാഹാരമായിരുന്നു, ഉണ്ണാവൃതമായിരുന്നു, ഊണ് കഴിച്ചോ, വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇങ്ങനെയല്ല അതിനെ നേരിടേണ്ടത്. തികഞ്ഞ വിനയത്തോടെ തുറന്ന മനസ്സോടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയ സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ്. ഏതെങ്കിലും വിധത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകി ആ പ്രശ്നങ്ങളിൽ വഷളാക്കാൻ വേണ്ടി ആരും തയ്യാറാകരുത്. ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇതുകൂടി സൂചിപ്പിച്ചു.